ഓർക്കും തോറും ഒട്ടും എന്താ പറയുക, അടക്കാൻ പറ്റാത്ത വിഷമമായിട്ടാണ് ഇന്ന് ഞാൻ വേണ്ട വേണ്ട എന്ന് ഓരോ പ്രാവശ്യവും ഓരോ സംഭവവും നടക്കുന്നത് കാണുമ്പോൾ പ്രതികരിക്കണ്ട, എന്തിന് ശത്രുക്കളെ ഉണ്ടാക്കണം എന്നൊക്കെ ഒരുപാട് പേര് ഉപദേശിക്കും. വേണ്ടാന്ന് വെക്കും. ഇത്രയും നേരം ഞാൻ ആലോചിക്കുകയായിരുന്നു എങ്ങനെ മിണ്ടാണ്ടിരിക്കും. അതുകൊണ്ട് മാത്രം പറയുകയാണ്. എൻ്റെ പേര് നന്ദുകാവാലം. കാശ്മീരിൽ ഒരു കൊച്ചുകുട്ടി പോലീസുകാരാലും വർഗീയവാദികളാലും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. എല്ലാവരും അറിഞ്ഞു കാണും. 8 വയസ്സുകാരിയാണ്. കുതിരയെ മേയ്ക്കാൻ പോയതാണ്. കുതിരയെ കാണാനില്ല. എല്ലാം പ്ലാൻഡ് ആയിരുന്നു. കുതിരയെ കാണാനില്ല. അവൾ അന്വേഷിച്ചു പോയപ്പോൾ കുതിരയെ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് പ്രായപൂർത്തിയാകാത്ത ഒരു റാസ്കലും ഒരുത്തനും കൂടി ആ കുട്ടിയെ കുതിരയെ കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി എവിടുന്നോ സംഘടിപ്പിച്ച മയക്കുകുളിക വെള്ളത്തിൽ ചേർത്ത് കൊടുത്ത് ദേവസ്ഥാനം എന്നാണ് അവൻ വർഗീയ റാസ്കൽ പേരിട്ടിരിക്കുന്നത്. ദേവന്റെ സ്ഥാനം. അവിടെ ഒരു മുറിക്കുള്ളിൽ കൊണ്ടുവന്ന കുരുന്നിനെ പൂട്ടിയിട്ട് ഈ പ്രായപൂർത്തിയാകാത്തവൻ ആദ്യം പീഡിപ്പിച്ചു. 8 വയസ്സുകാരിയാണ്. നമ്മുടെ നാട്. കൂടെ വന്നവൻ പോലീസുകാരൻ പിന്നെ ഇപ്പം കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും കൊല്ലലാണല്ലോ. അവൻ പീഡിപ്പിച്ചു. 3 പേരാണ് ആ 8 വയസ്സുകാരിയെ. അനിയത്തിയുണ്ടോ, ഇവനൊക്കെ അമ്മയുണ്ടോ ഒന്നും ചോദിക്കുന്നില്ല. മക്കളുണ്ടോ എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പാടില്ല. എന്നാലും പ്രായപൂർത്തിയാകാത്ത ആ പയ്യന്റെ മനസ്സിൽ വരെ വർഗീയ വിഷമാണ് നമ്മുടെ ഭാരതത്തിൽ. ആലോചിച്ച് നോക്കണം. മൻമോഹൻ സിംഗ് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ പരാതി. ഇപ്പോൾ ആവശ്യമുള്ള കാര്യത്തിന് നമ്മൾ വാ തുറന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ പ്രതികരിക്കാത്ത ഒരു പ്രധാനമന്ത്രി. ആവശ്യമുള്ള ഒരു കാര്യത്തിനും സംസാരിക്കില്ല. വിഷമം കൊണ്ട് പറയുകയാണ്. സഹിക്കാൻ പറ്റുന്നില്ല. 8 വയസ്സുള്ള ഒരു കുഞ്ഞെന്ന് പറയാം. അതിനെ കണ്ടോ? അതിന്റെ പടം കണ്ടോ? വലിയ കണ്ണുകൾ, കുഞ്ഞു കവിൾ. അതിനെ എടുത്തുകൊണ്ട് നടക്കാനല്ലാതെ, അതിനൊരു മുട്ടായി മേടിച്ചു കൊടുക്കാനല്ലാതെ നമുക്ക് എങ്ങനെ അതിനെ വേറെ തരത്തിൽ ചിന്തിക്കാൻ പറ്റും? ഈ ഇഡിയറ്റ്സിന്, ഈ ബാസ്റ്റേഴ്സിന്. എന്നിട്ട് ആ ദേവസ്ഥാനത്ത് ദിവസങ്ങളോളം ആ കുട്ടിയെ കിടത്തി. അന്ന് വൈകുന്നേരം ഒരുത്തന് മെസ്സേജാണ്, സുഖിക്കണമെങ്കിൽ വാ. അവൻ മീററ്റിൽ നിന്നും എത്തി. അടുത്ത റാസ്കൽ അവൻ പീഡിപ്പിച്ചു. പ്രശ്നമായി. ഇതിനകത്ത് എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം, ഇതൊരു പ്രശ്നമായി എന്നറിഞ്ഞപ്പോൾ, ഈ നമ്മുടെ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ, ഈ കേസ് അന്വേഷിക്കാൻ പകലിറങ്ങുന്നത് ഇവനാണ്. രാത്രി ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നവനാണ്. സർക്കാരിന്റെ ശമ്പളം മേടിച്ച്, നമ്മുടെ ടാക്സ്, നമ്മുടെ പൈസ മേടിച്ച് നീതി നിർവഹണം നിർവഹിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഈ പട്ടിയാണ് ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത്. ഒരേ സമയം അവൻ കുഞ്ഞിനെ അന്വേഷിക്കുന്നു. അവനാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. വെടിവെച്ചു കൊല്ലണ്ടേ? കാലഹരണപ്പെട്ട തുരുമ്പടിച്ച കുറെ ചവറും നിയമങ്ങളും പരസ്പരം ചെളിവാരി എറിയുന്ന കുറെ ജഡ്ജിമാരും. ഹോ, എന്തൊരു നാടാണ്! എന്നിട്ട് ഇത് പിടിക്കും എന്നായപ്പോൾ ആ കുട്ടിയെ ഒരു കനാലിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയി അവിടെ വെച്ച് വീണ്ടും ഇവന്മാർ പീഡിപ്പിച്ച് അരിഞ്ഞു കളയണം. ഇവന്റെ സാധനമൊക്കെ അരിഞ്ഞു കളയണം. ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ആസിഡ് ഒഴിച്ച് കത്തിച്ചു കളയണം ഈ പട്ടിയുടെ സാധനമൊക്കെ. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ആ ഇടത് തൊട, ഈ പോലീസുകാരന്റെ ഇടത് തൊട ആ കുഞ്ഞിന്റെ, ആ കൊച്ചു കുഞ്ഞ് 8 വയസ്സുകാരുടെ കഴുത്തിൽ അമർത്തി കഴുത്തൊടിച്ചു. പറയാൻ പാടില്ല നിങ്ങളോട്. പോലീസിന്റെ ക്രൈം ഡയറിയാണ്, റിപ്പോർട്ടാണ്. കഴുത്തൊടിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ടും മരിച്ചില്ല എന്ന് തോന്നിയിട്ട് വീണ്ടും വലിയ കല്ലെടുത്ത് തലയ്ക്ക് 2 പ്രാവശ്യം അടിച്ചു. മരിച്ചെന്ന് ഉറപ്പുവരുത്തി ഈ നരാധമൻ. ഇവന്റെ പേരിൽ ഇവനെ ഇപ്പം അറസ്റ്റ് ചെയ്തു. ഇവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് വർഗീയവാദികൾ. നമ്മുടെ നാട് വർഗീയവാദികളുടെ ആക്രമണങ്ങൾ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാതായി തീർന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. മൈക്കിന് മുമ്പിൽ പ്രസംഗിക്കാൻ മാത്രം അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് നടന്നിരിക്കുകയാണ് ഭരണം. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്കൊരു കാര്യമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. നമ്മുടെ നാട്ടിൽ, ഭാരതത്തിൽ, കൊച്ചു കുഞ്ഞുങ്ങളുള്ള അച്ഛനമ്മമാർ, നിങ്ങൾക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയും